ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കെ എസിന്റെ വിജ്ഞാപനം കേരള PSC പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പലരെങ്കിലും കെ എസിന്റെ വിജ്ഞാപനം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് PSCയുടെ പ്രൊഫൈലിൽ കയറിയ സമയത്ത് 10 വർഷത്തിൽ കൂടുതലായി നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ എന്ന തരത്തിൽ ഒരു മെസ്സേജ് കണ്ടിരിക്കും. PSCയുടെ നിയമപ്രകാരം 10 വർഷത്തിൽ കൂടുതലായ ഫോട്ടോ തുടർന്നുള്ള കാറ്റഗറിയിലേക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുതിയ ഫോട്ടോ ഈ ഒരു വർഷത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ തുടർന്നുള്ള പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു മെസ്സേജ് കാണുന്നവർക്കായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിലിലൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ നമുക്ക് PSCക്ക് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ കൈവശമുള്ള ഫോട്ടോ PSC പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഫൈലിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതായത് ആ ഫോട്ടോ എങ്ങനെയാണ് ആ ഫോർമാറ്റിലേക്ക് വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് മാറ്റുക എന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മെയിലിലുള്ള ഫോട്ടോ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളൊരു വെബ്സൈറ്റാണ് ആശ്രയിക്കുന്നത്. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് PSC, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കേരള PSC notification.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. തുളസി PSC ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുക. ആ ഒരു വെബ്സൈറ്റിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് കുറച്ച് താഴോട്ട് വരുമ്പോൾ റീസൈസ് ആൻഡ് എഡിറ്റ് ഫോട്ടോഗ്രാഫ്, റീസൈസ് ആൻഡ് എഡിറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്ന 2 ഓപ്ഷൻ കാണാം. നമ്മളിപ്പോൾ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവർക്ക് സിഗ്നേച്ചറും ഇതുപോലെ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും, ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് സിഗ്നേച്ചറും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റീസൈസ് ആൻഡ് എഡിറ്റ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരും. ഇരുണ്ട വെളിച്ചത്തിലെത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഫോട്ടോ ക്രോപ്പ് ചെയ്യുമ്പോൾ തലയും ഷോൾഡറും ഉൾപ്പെടേണ്ടതാണ്. മുഖവും ഷോൾഡറും ക്യാമറയുടെ നേരെ അഭിമുഖമായി വെച്ച് വേണം ഫോട്ടോ എടുക്കാൻ. വ്യക്തമായി കാണാൻ പറ്റുന്ന ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യുക തുടങ്ങിയ മെസ്സേജുകളൊക്കെ ഉണ്ട്. അത് കൃത്യമായി പാലിക്കണം. ഈ ചൂസ് ഫയൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ നമ്മൾ എടുക്കാൻ വേണ്ടി ചൂസ് ഫയൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കാർട്ടൂൺ പിക്ചറാണ് സെലക്ട് ചെയ്യുന്നത്. അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഈ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ താഴെ കാണുന്ന ഈ ഒരു ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മുഖവും തലയും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതി, ഷോൾഡറൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സെറ്റ് ചെയ്ത ശേഷം ക്രോപ്പ് ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിത്രം നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് തൊട്ട് താഴെ ഫുൾ നെയിം എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഫുൾ നെയിം, നിങ്ങളുടെ പേരെന്താണോ അത്, നിങ്ങളുടെ പ്രൊഫൈലുള്ള പേരെന്താണോ, നിങ്ങൾ കേരള PSCയുടെ പ്രൊഫൈലിൽ എന്ത് പേരാണോ ഉള്ളത് അതേപോലെ തന്നെ എവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കേരള PSC എന്ന് കൊടുക്കുകയാണ്. ഞാനിവിടെ എന്താണ് കേരള PSC എന്ന് കൊടുക്കുകയാണ്, PSC എന്ന് കൊടുക്കുകയാണ്. തൊട്ട് താഴെയായിട്ട് ഈ ഫോട്ടോ എടുത്ത തീയതിയാണ്. ആ ഒരു ഫോട്ടോ എടുത്ത തീയതി ഞാനിവിടെ കൊടുക്കുന്നത് 2025 ഫെബ്രുവരി 26-ാം തീയതി എന്ന് കൊടുത്തിരിക്കുന്നു. ഇത്രയും നമ്മൾ ചെയ്താൽ മതി. അതിനുശേഷം സ്റ്റാർട്ട് എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇപ്പോൾ തന്നെ കേരള PSCയിൽ അപ്ലോഡ് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ആ ഫോട്ടോ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ കൈവശം ഒരു ഫോട്ടോ നിങ്ങളുടെ മെയിലിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരള PSCയുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കേരള PSCയുടെ പ്രൊഫൈലിനുള്ളിൽ പ്രവേശിച്ച ശേഷം ഇന്ന് സൈഡിലായിട്ട് നമ്മുടെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നിട്ട് അതിലേറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും അടിയിലായിട്ട് വരിക. അവിടെ ചേഞ്ച് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷനിലൂടെ പോയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കേരള PSCയിലുള്ള പോലെ തന്നെ അതിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രൊഫൈലിൽ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പലർക്കും ഇത് ഗുണപ്രദമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.